പൊക്കവട ഇന്റേതായ രീതിയിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുക നോക്കിയാലോ. വീഡിയോ അവസാനം വരെ കണ്ടോളി. വലിയ ഉള്ളി ചെറുതാക്കി എരിഞ്ഞതും ഞാനിവിടെ 800 ഗ്രാമോളം വലിയ ഉള്ളി എടുത്തിട്ട് എനിക്ക് കൂടുതൽ ആളുകൊണ്ടാണ് കൂടുതൽ എടുത്തത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല ഇതെല്ലാം പാടെ ചെറുതാക്കി എരിഞ്ഞിട്ട് ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്യാൻ പാകമായിട്ടുള്ള ഒരു ചെമ്പിലോട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നാക്കി കൂട്ടി യോജിപ്പിച്ച് ഒരൊറ്റ കോഴിമുട്ട ഇതിലോട്ട് പൊട്ടിച്ച് വറന്നിട്ട് ഇതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാലകൾ ഇടണം. 1/2 സ്പൂൺ ബീഫ് മസാല, ഒരു നുള്ള് മഞ്ഞപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടി ഇതെല്ലാം പാടെ ഇട്ട് കൈകൊണ്ടൊന്ന് നന്നാക്കി തിരുമ്പി എടുത്തിട്ട് 3 കപ്പ് മൈദ, 1 കപ്പ് കടലപ്പൊടി, 3 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് കടലപ്പൊടി ഇടാൻ പാടുള്ളൂ. ഒരു നുള്ള് അപ്പക്കാരം ഇതിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി കൂട്ടി യോജിപ്പിച്ച് പൊക്കവടക്കുള്ള മാവ് കുഴക്കുമ്പോഴേ മാവിനേക്കാൾ കൂടുതൽ ഉള്ളി ഒരിക്കലും വരാൻ പാടില്ല. ഇതേ മെത്തേഡിൽ തന്നെ ഉള്ളിവട ഉണ്ടാക്കല്. മാവിനേക്കാൾ കൂടുതൽ ഉള്ളി ഇട്ടാൽ ഉള്ളിവടക്കുള്ള മാവായി. കൂടുതലും ചിന്തിക്കാതെ എണ്ണ ചൂടായി എന്ന് കണ്ടപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കുറച്ച് ഇതിലോട്ട് ഇട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്താൽ നല്ല ക്രിസ്പി പൊക്കവട റെഡി. അപ്പൊ ഇന്നൊക്കെ അയക്കണം. അൽഹംദുലില്ലാ. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.